സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള ഇടതുമുന്നണി യോഗം സമാപിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി അരുൺ ചേരുകയാണ്. അരുൺ, യോഗം സമാപിച്ചുവല്ലോ. യോഗത്തിന്റെ സുപ്രധാന വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? അരുൺ, കേൾക്കുന്നുണ്ടോ? അമീന, മുന്നണി യോഗം അവസാനിച്ചിരിക്കുന്നു. 16 സീറ്റിൽ CPM, 4 സീറ്റിൽ CPI മത്സരിക്കും. ഔദ്യോഗികമായി ഇക്കാര്യം മുന്നണി നേതൃത്വം അല്പസമയത്തിനകം അറിയിക്കും. 20 സീറ്റിലെ സ്ഥാനാർത്ഥികളെയും മുന്നണി അംഗീകരിച്ചുവെന്നാണ് ഇപ്പോൾ നേതാക്കൾ നൽകുന്ന വ്യക്തമായ വിവരം. 16 സീറ്റുകൾ CPM-ന്റെ സ്ഥാനാർത്ഥികൾ, പൊന്നാനി ഉൾപ്പെടെയുള്ള 16 സീറ്റുകളുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും തീരുമാനമായി. പൊന്നാനിയിൽ അൻവർ തന്നെ മത്സരിക്കും. അൻവർ ഉൾപ്പെടെയുള്ള 20 പേരുടെ പട്ടികയ്ക്കാണ് ഇപ്പോൾ ഇടതുമുന്നണി നേതൃയോഗം, സംസ്ഥാന നേതൃയോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം ഇടതുമുന്നണി കൺവീനർ A. വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. പക്ഷേ പട്ടിക പുറത്തുവിടുക നാളെ ആയിരിക്കും. നാളെ CPM-ന്റെയും CPI-യുടെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും. അതോടുകൂടി 20 പേരുടെയും പട്ടിക പുറത്തുവരും. കൂടുതൽ നേതാക്കൾ യോഗശേഷം പുറത്തേക്ക് വരുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ചർച്ച പൂർത്തിയായോ? സീറ്റ് ചർച്ച പൂർത്തിയായി. കൺവീനർ പറയും 20 സീറ്റുകളിലെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളായിട്ടില്ല. സ്ഥാനാർത്ഥികൾ അതത് പാർട്ടികളല്ലേ തീരുമാനിക്കുന്നത്. എന്നാലും മുന്നണി യോഗത്തെ അറിയിച്ചോ ഈ സ്ഥാനാർത്ഥികളുടെ പേര്? സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞില്ല, പാർട്ടികൾക്ക് തീരുമാനിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് സീറ്റ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇത്തവണ ഞങ്ങൾ മത്സരിക്കുന്നില്ല. അത് ജനാധിപത്യ കേരള കോൺഗ്രസ് തീരുമാനമാണോ അതോ സീറ്റ് നൽകില്ലെന്നുള്ള അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ ചർച്ച ചെയ്തല്ലോ, പക്ഷേ ചർച്ചകൾ നടന്നല്ലോ. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരുമിച്ചിരുന്ന് തീരുമാനം എടുക്കുകയല്ലേ. ഇത്തവണത്തെ സാഹചര്യത്തിൽ മാറിക്കൊടുക്കണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ അംഗീകരിക്കുന്നു. മുന്നണി വിജയിക്കുന്നു. അത് ഏത് സാഹചര്യത്തിലാണ് മാറിക്കൊടുക്കണമെന്ന് LDF പറയുന്നത്? മുന്നണിയുടെ പൊതുവായിട്ടുള്ളൊരു താല്പര്യം ഇപ്പോഴത്തെ ഇത്തവണത്തെ സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ സീറ്റുകൾ മത്സരിക്കേണ്ടതുണ്ട്. ഞങ്ങളത് അംഗീകരിക്കുന്നു. അമീന, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. അവരും മുന്നണി തീരുമാനത്തിന് ഒപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും മുന്നണിയിലില്ല. 16 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI മത്സരിക്കാനുള്ള തീരുമാനത്തെ മുന്നണി ഏകകണ്ഠമായി അംഗീകരിക്കുന്നു എന്നാണ് നേതാക്കൾ പറഞ്ഞത്. JDS നേതാവ്, സംസ്ഥാന പ്രസിഡന്റ്, മന്ത്രിയുമായ K. കൃഷ്ണൻകുട്ടിയും സമാന നിലപാട് തന്നെ പുറത്തു പറഞ്ഞു. മുന്നണി തീരുമാനത്തെ അംഗീകരിക്കും. സീറ്റ് വേണമെന്ന ആവശ്യം ജനാധിപത്യ കേരള കോൺഗ്രസും അതുപോലെ JDS-ഉം ലോക് താന്ത്രിക് ജനതാദളുമൊക്കെ മുന്നണി യോഗത്തിൽ പറഞ്ഞു. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു സീറ്റും വിട്ടു നൽകാനാകില്ലെന്ന് CPM നേതൃത്വം, ഇടതുമുന്നണി നേതൃത്വം നേതാക്കളെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനത്തിന് ഒപ്പം പോകുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ്, ശക്തമായ എതിർപ്പ് ഈ ഒരു പാർട്ടിയുടെ ഭാഗത്തും ഉണ്ടാകാനിടയില്ല. ഏതായാലും അല്പസമയത്തിനകം JDS-ന്റെ സംസ്ഥാന ഭാരവാഹി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അവരുടെ കൃത്യമായ നിലപാട് ആ യോഗത്തിൽ പ്രഖ്യാപിക്കും. ഇപ്പോൾ ഇതുവരെ ലഭിക്കുന്ന സൂചന അനുസരിച്ച് കടുത്ത പ്രതിഷേധ നടപടികളിലേക്ക് JDS-ഉം പോകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായിരിക്കുന്നു. സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. അമീന, JDS-ന്റെ ഒരു തീരുമാനം അത് വരാനിരിക്കുന്നതേ ഉള്ളൂ അരുൺ. അതായത് ചർച്ചകൾക്ക് ശേഷം ഒരു തുടർ ചർച്ചകൾക്ക് ഒടുവിൽ മാത്രമാണ് അത്തരത്തിലൊരു തീരുമാനം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അവർ പോകില്ല എന്ന് തന്നെയാണോ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്? അവരുടെ ചർച്ചയും വരാനിരിക്കുന്നുണ്ടല്ലോ. JDS നിലപാട് അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ച അവരുടെ സംസ്ഥാന അധ്യക്ഷനും മന്ത്രിയുമായ K. കൃഷ്ണൻകുട്ടിയാണ്. ഒരു പ്രശ്നവുമില്ല, മുന്നണിയിൽ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. JDS തങ്ങൾക്ക് സീറ്റ് വേണമെന്ന ആവശ്യം ഈ യോഗത്തിലും മുന്നോട്ട് വച്ചു. പക്ഷേ നൽകാനാകില്ലെന്ന മുന്നണി നേതൃത്വം, CPM-ന്റെ നേതൃത്വം അവരെ അറിയിക്കുകയും ചെയ്തു. ആ തീരുമാനത്തോട് യോജിച്ചു പോകും. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ലെന്ന ഉറപ്പാണിപ്പോൾ JDS-ന്റെ സംസ്ഥാന അധ്യക്ഷൻ K. കൃഷ്ണൻകുട്ടി നൽകിയത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നേരത്തെയും K. കൃഷ്ണൻകുട്ടിയുടെ നിലപാട് വലിയ നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന്. പക്ഷേ മാത്യു ടി. തോമസ് വിഭാഗമാണ് ഇതിൽ കടുത്ത നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തുമില്ല. ഏതായാലും അല്പസമയത്തിനും ചേരുന്ന അവരുടെ നേതൃയോഗം കൂടുതൽ തീരുമാനങ്ങളിലേക്ക് പോകും. പക്ഷേ വിവരങ്ങൾ നൽകിയത്.